ഹമാസ് പിടിയിൽ കഴിയുന്ന ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കാനുള്ള ആലോചനാ യോഗം കൂടി ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അധ്യക്ഷതയിലാണ് അടിയന്തര യോഗം ചേർന്നത്. യോഗത്തിൽ ഗാസയിൽ ഹമാസിനെതിരെ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചും ഗാസ വിഷയത്തിൽ അമേരിക്കൻ സമീപനമെന്തെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി വിശദീകരിച്ചു. ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള ഏക തടസ്സം ഹമാസ് ആണെന്നും അവർ തങ്ങളുടെ തെറ്റായ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെന്നും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് ദൂതൻ സ്റ്റീവ് കോഫും സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന രാജ്യങ്ങളുടെ പ്രതിനിധികളും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നതെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഇസ്രായേൽ ബന്ദികളെ കൈവിടുന്നില്ല എന്നും എങ്ങനെയായാലും നാം എല്ലാ മാർഗങ്ങളിലൂടെയും മുന്നോട്ടു പോകുമെന്നും ചെയ്യാനാകുന്ന സകലതും തങ്ങൾ ചെയ്യുന്നുവെന്നും നമ്മുടേതായ ആളുകളെ തിരികെ കൊണ്ടുവരാനുള്ള പ്രതിജ്ഞയിൽ നാം ഉറച്ചു നിൽക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതോടൊപ്പം ഗാസ വിഷയത്തിൽ അമേരിക്ക ഇസ്രായേലിന് നൽകുന്ന പിന്തുണയും നെതന്യാഹു എടുത്തു പറഞ്ഞു. ഗാസയുടെ ചില ഭാഗങ്ങൾ പിടിച്ചെടുക്കാൻ അമേരിക്ക ഇസ്രായേലിന് ഔദ്യോഗികമായി അനുമതി നൽകിയിട്ടുണ്ടെന്ന് നെതന്യാഹു വെളിപ്പെടുത്തി. ട്രംപിനേക്കാൾ വിശ്വസ്തനായൊരു സുഹൃത്ത് ഇസ്രായേലിന് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടിയന്തര സുരക്ഷാ യോഗത്തിൽ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.